പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ മഴ മുന്നറിയിപ്പുകളിലേക്ക് തന്നെ നമുക്കൊന്ന് പോയി വരാം. അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. പ്രേക്ഷകർക്ക് അലേർട്ട് കാർഡ് വന്നു കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടിന്റെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് അലേർട്ട് കാർഡ് കാണാം. നോക്കൂ, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി ഈ 3 ജില്ലകളിൽ അതിതീവ്ര മഴയാണ്. ബാക്കിയുള്ള ജില്ലകൾ ഓറഞ്ച് അലേർട്ടാണ്. 11 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടുക്കിയിലും കണ്ണൂരും കാസർഗോഡും അതിതീവ്ര മഴയും ബാക്കി 11 ജില്ലകളിൽ തീവ്ര മഴയ്ക്കുമുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് എറണാകുളത്തും തൃശ്ശൂരിലും ഇടുക്കിയിലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. എറണാകുളത്തും തൃശ്ശൂരിലും ആലപ്പുഴയിലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. 60 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലുമുള്ളവർ കരുതി തന്നെ ഇരിക്കണം. ഇന്നും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മണ്ണിടിച്ചിലുള്ള പ്രദേശങ്ങളിൽ ആളുകൾ മാറി താമസിക്കുക. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ ബന്ധുവീടുകളിലേക്ക് പോവുക. വാട്സപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കി വയ്ക്കുക. വിവരങ്ങൾ റിപ്പോർട്ടർ TV അടക്കം നിങ്ങൾ അറിയിക്കുക. നമുക്ക് അധികാരികളിലേക്ക് കാര്യങ്ങൾ വളരെ വേഗം കൈമാറാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതി തന്നെ ഇരിക്കണം. വരുന്ന 1-2 ദിവസങ്ങളിൽ തീവ്രമായ മഴയുടെ മുന്നറിയിപ്പാണുള്ളത്. ഇന്ന് അവധിയുള്ള ജില്ലകൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കൂ. കണ്ണൂർ അവധിയാണ്, എറണാകുളത്ത് അവധിയാണ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കാസർഗോഡ്, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഇന്ന് അവധിയാണ്. അവധി എന്ന് പറഞ്ഞാൽ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയാണ് അവധി. സ്കൂൾ തുറക്കാൻ പോകുന്നതിൻ്റെ ആവേശത്തിലായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും. പുതിയ കുഞ്ഞുങ്ങളെല്ലാവരും പുതിയ ബാഗും കുടയും ഒക്കെ വാങ്ങി തയ്യാറായിരിക്കുകയായിരിക്കും. ചിലർക്കൊക്കെ സ്കൂളിൽ പോകാൻ മടിയുണ്ടാവും. ഒരു മടിയും കാണിക്കരുത്. കൂട്ടുകാരുടെയും അധ്യാപകരുടെയും ഒക്കെ കണ്ട് ഗംഭീരമാക്കണം, പൊളിയാക്കണം സ്കൂൾ. ഇത്തവണ ആദ്യത്തെ കുറച്ച് ദിവസം പഠിത്തമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വലിയ ടെൻഷനൊന്നും വേണ്ട. ചൂരൽ കഷായങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ചൂരൽ കഷായം സ്കൂളുകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അവിടെ ഇപ്പോൾ ആ അർത്ഥത്തിൽ പാട്ടും ഉല്ലാസവും ഒക്കെയാണല്ലോ. പ്രവേശന ഉത്സവമാണല്ലോ. പണ്ട് നമ്മൾ പോകുന്ന സമയത്ത് പ്രവേശനോത്സവമല്ലല്ലോ. ചിലപ്പോൾ ഒരു ഇഴിയൊക്കെ കിട്ടിയായിരിക്കും പോവുക. എന്താ പോകാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ പോവുക. പക്ഷേ 1ാം ക്ലാസ്സിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ക്ലാസ് മുറിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഉഷാറായിരിക്കുക. അവധി തീരുകയാണ് എന്ന് കരുതി കുളത്തിലും പുഴയിലും ഒന്നും ചാടാൻ പോകുന്നവർ അങ്ങനെ ചാടാൻ പോകരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. ഇനിയുള്ള 2-3 ദിവസമേ ഉള്ളൂ. ഇനി കുളത്തിലൊന്നും ചാടാൻ പോകരുത്. നല്ല മഴയാണ്. വലിയ ഒഴുക്കുള്ള പുഴകളുണ്ട്. അതേപോലെ ആഴമറിയാത്ത കുളങ്ങളാണ്. ചെറിയ വെള്ളക്കെട്ടാണെങ്കിൽ പോലും എത്രയാണ് ആഴമെന്ന് നമുക്കറിയില്ല. നല്ല വെള്ളക്കെട്ടും അടിയൊഴുക്കും ഒക്കെ ഉണ്ടാവും. ഒറ്റയ്ക്ക് നീന്താൻ ഒരു കാരണവശാലും പോകരുത് എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അറിയിക്കുന്നു. രക്ഷിതാക്കളോട് പ്രത്യേകം, നിങ്ങൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഏതെങ്കിലും തരത്തിൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് മഴ ആഘോഷിക്കാൻ വിടരുത്. അല്ലാതെ തുറന്ന മുറ്റത്തൊക്കെ മഴയിൽ കളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പനി ചെറിയ രീതിയിലൊക്കെ ചില ആളുകൾക്ക് വരും, ശീലമില്ലാത്തവർക്ക് മാത്രം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതത്തിൽ പ്രതിസന്ധിയുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നതേയില്ല. ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും നിരവധി ട്രെയിനുകൾ വൈകിയോടുകയാണ്. മഴ മൂലം 2 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് 7 മണിക്ക് പുറപ്പെടുന്ന നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, ഷൊർണൂരിൽ നിന്ന് രാവിലെ 9 മണിക്ക് പുറപ്പെടുന്ന ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, ഈ 2 ട്രെയിനുകളും റദ്ദാക്കിയിരിക്കുകയാണ്. അവിടുന്ന് വന്നിട്ട് വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ. രണ്ടും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂർ ഷൊർണൂർ, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറുകൾ ക്യാൻസലാക്കിയിരിക്കുന്നു. വൈകി ഓടുന്ന പ്രധാനപ്പെട്ട ട്രെയിനുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. ഇന്ന് പുലർച്ചെ 5:55 പുറപ്പെടേണ്ട ട്രെയിനാണ് വൈകുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 8:45 മാത്രമായിരിക്കും ജനശതാബ്ദി ട്രെയിൻ പുറപ്പെടുക. ഏകദേശം 3 മണിക്കൂറോളം വൈകിയായിരിക്കും ജനശതാബ്ദി പുറപ്പെടുക. ജനശതാബ്ദിക്കായി ടിക്കറ്റ് എടുത്തിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് നിന്നും ജനശതാബ്ദി ട്രെയിൻ 8:45 മാത്രമേ പുറപ്പെടൂ. 2 മണിക്കൂർ 50 മിനിറ്റ് വൈകിയാണ് ട്രെയിൻ ഓടാൻ പോകുന്നത്. ഓടി തുടങ്ങിയിട്ടില്ല. തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ് വൈകി ഓടുന്നു. കന്യാകുമാരി കൊല്ലം മെമു വൈകി ഓടുന്നു. പുനലൂർ മധുര എക്സ്പ്രസ് വൈകി ഓടുന്നു. ഷാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസ് വൈകി ഓടുന്നു. കത്ര കന്യാകുമാരി ഹിമസാഗർ വൈകി ഓടുന്നു. കൊല്ലം പാസഞ്ചർ വൈകി ഓടുന്നു. മലബാർ എക്സ്പ്രസ് വൈകി ഓടുന്നു. മാവേലി എക്സ്പ്രസും ഗുരുവായൂർ ഇന്റർസിറ്റിയും വൈകി ഓടുന്നു. ഷാലിമാർ എക്സ്പ്രസും പുനലൂർ പാസഞ്ചറും പരശുരാം എക്സ്പ്രസും പാലരുവി എക്സ്പ്രസും വൈകി ഓടുന്നു. ഹിമസാഗർ എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ് എല്ലാം യാത്ര വൈകി ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ നിങ്ങൾ പോകുന്നതിന് മുൻപ് വാഹനം ട്രെയിൻ അവിടെ എത്തുന്നുണ്ടോ എന്നത് മാത്രം ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഇറങ്ങിയാൽ മതി. നേരത്തെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി പോസ്റ്റ് ആവാതിരിക്കാം. മഴയാണ്. പല ചെറിയ റെയിൽവേ സ്റ്റേഷനിലൊന്നും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്ക തീവണ്ടികളും, ഒട്ടുമുക്കാൽ തീവണ്ടികളും വൈകി തന്നെ
തന്നെയാണ് ഓടുന്നത്. ജനശാന്തി പുറപ്പെട്ടിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, മഴ സാഹചര്യം വളരെ വേഗത്തിൽ നമ്മുടെ റിപ്പോർട്ടർമാരിൽ നിന്നുകൊണ്ട് നമുക്കിന്ന് പരിശോധിച്ചു വരാം. അരുൺ സോളമൻ തിരുവനന്തപുരത്ത് നിന്നും, AK അഭിലാഷ് കോഴിക്കോട് നിന്നും, S ശരൺ കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് നമുക്കൊന്ന് ആദ്യം പോയി വരാം. അരുൺ സോളമനുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. S ശരൺ, വെരി ഗുഡ് മോർണിംഗ്. ദെൻ അരുൺ, എന്താണ് തിരുവനന്തപുരത്തെ ഏറ്റവും ഒടുവിലത്തെ മഴ വിവരങ്ങൾ? തെക്കൻ കേരളത്തിൽ മഴ എങ്ങനെയാണ്? റെഡ് അലർട്ട് ഇന്ന് തെക്കൻ കേരളത്തിലില്ല, പക്ഷേ ഓറഞ്ച് അലർട്ട് ഉണ്ട് എല്ലാ ജില്ലകളിലും. രാവിലെ തന്നെ മഴയാണോ? ആകെ രണ്ടുപേരാണ് കൊടചൂടി നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് അരുൺ കൊടചൂടി നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ മഴ ഇപ്പോഴില്ല, പക്ഷേ മേഘാവൃതമാണോ സാഹചര്യം? അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ച മഴ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുറച്ച് മുൻപ് വരെ ഉണ്ടായിരുന്നു. ഇനി ഒരു മേഘം മൂടിക്കെട്ടി നിൽക്കുകയാണ്. എപ്പോൾ വേണോ വീണ്ടും ആരംഭിക്കാമെന്നുള്ളൊരു സ്ഥിതിയാണ്. നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച മഴ തെക്കൻ മലയോര മേഖലകളിലൊക്കെയും കനത്ത നാശനഷ്ടമാണ് വിതച്ചിരിക്കുന്നത്. പ്രധാനമായും പത്തനംതിട്ട, അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം 3 ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ 3 ജില്ലകളിലും മരങ്ങൾ ധാരാളം കടപുഴകി വലിയ നാശനഷ്ടങ്ങൾ വിതച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് 2 ഇടങ്ങളിലായിട്ട് പൂർണ്ണമായിട്ടും മരം കടപുഴകി 2 വീടുകളാണ് തകർന്നിരിക്കുന്നത്. 2 വീടുകളിലും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. 6 പേര് വീതം 2 വീടുകളിലും ഉണ്ടായിരുന്നു. 2 വീടുകളിലും ഉണ്ടായിരുന്ന ആളുകൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മരങ്ങൾ കടപുഴകിയതിനെ തുടർന്ന് വീട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്, ഭാഗികമായിട്ടല്ല എന്നുള്ളതാണ്. നിലവിൽ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, കാട്ടാക്കട ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വീടിന്റെ മേൽക്കൂര പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ അച്ഛനും അമ്മയും 2 മക്കളുമാണ് താമസിച്ചിരുന്നത്. അവരും വളരെ ആളപായമൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇന്നലെ നമ്മൾ വൈകുന്നേരത്തോടു കൂടിയൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു KSRTC ബസ് കാട്ടാക്കട ഭാഗത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സാണ്. അതിൽ പരിക്കേറ്റ് നിലവിൽ ഒരു 10ഓളം പേർ ഇപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ മഴ അതിശക്തമായിട്ട് തുടരും എന്നുള്ളൊരു സാഹചര്യമാണ്. നിലവിൽ 25ഓളം പോസ്റ്റാണ് വെള്ളറട എന്ന് പറയുന്ന മേഖലയിൽ മാത്രം തകർന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി വഴുതക്കാട് വുമൻസ് കോളേജിന് സമീപം മരം കടപുഴകിയതിനെ തുടർന്ന് 7 ഇലക്ട്രിക് പോസ്റ്റുകളാണ് നിലവിൽ തകർന്നത്. അങ്ങനെ KSEB ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ വളരെ രാപ്പകലില്ലാതെ അധ്വാനിക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നു മാറി. ഇന്നലെ രാവിലെയൊക്കെ മഴ വളരെ ശാന്തമായിരുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം മേഖലകളിൽ. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിന്റെ ഷട്ടർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ 10 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെയ്യാർ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ അച്ഛൻ കോവിലാറിന്റെ നദി ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അവിടെയും നദി മുറിച്ചു കടക്കാനോ ഒന്നും തന്നെ പാടില്ല എന്നുള്ള നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നൽകിയിരിക്കുകയാണ്. ഈ പത്തനംതിട്ടയിൽ 18 കുടുംബങ്ങളാണ് നിലവിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അവിടെ മണ്ണിടിച്ചിലിന് ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ ജലനിരപ്പ് ഉയരുന്നത് മാത്രമല്ല, ഇപ്പോൾ മണിമലയാർ അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ വലിയ ഒരു അപകട സാധ്യത ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തിരുവനന്തപുരം, കൊല്ലം കടൽ തീരം നോക്കുകയാണെങ്കിൽ കടൽക്ഷോഭത്തിനും വലിയ സാധ്യതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന് ഇന്ന് രാത്രിയോടുകൂടി 8:30 മണിയോടുകൂടി വീണ്ടും സാധ്യത കൽപ്പിച്ചിരിക്കുകയാണ്. 3 മീറ്റർ ഉയരത്തിൽ കടൽ തിരമാലകൾ വേലിയേറ്റം ഉണ്ടാകാൻ സാധ്യതയാണ് നിലവിൽ അരുൺ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ സോളമനാണ് തെക്കൻ കേരളത്തിലെ വാർത്തകൾ നൽകിയത്. നമുക്കൊന്ന് മധ്യ കേരളത്തിലേക്ക് വരാം. S ശരൺ ഉണ്ട് മധ്യ കേരളത്തിലെ വാർത്തകളുമായി. ശരൺ, ഗുഡ് മോർണിംഗ്. ശരൺ, എന്താണ് കൊച്ചിയിൽ ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള മഴ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലടക്കം ഇന്നിപ്പോൾ അതിതീവ്ര മഴയാണ്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തൃശ്ശൂരിലും എറണാകുളത്തും ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും വരുന്നുണ്ട്. എന്താണ് ശരൺ പൊതുവെയുള്ള മധ്യ കേരളത്തിലെ അവസ്ഥ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരുകയാണ്. കൊച്ചി നഗരത്തിൽ ഇടവിട്ടുള്ള മഴയാണ് കാണാൻ കഴിയുന്നതെന്നുണ്ടെങ്കിൽ മറ്റ് പല പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ എറണാകുളം ജില്ലയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ജില്ലയിലാകെ ഇതുവരെ 182 വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസമായി ശക്തമായ മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലാണ് 182 വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. അതിൽ 3 വീടുകൾ പൂർണ്ണമായും 179 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഇതിൽ കണയന്നൂർ, കൊച്ചി, കോതമംഗലം താലൂക്കുകളിലായിട്ടാണ് ഓരോ വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ ഇന്നലെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകളെല്ലാം തന്നെ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അത് ഇന്നും തുടരുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ കാക്കനാട് വീടുകളിലേക്ക് ഇന്നലെ രാത്രി വെള്ളം കയറിയിരിക്കുന്നത്. അതായത് ചിത്രപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമുണ്ടായിരുന്നു. കനത്ത മഴയിൽ ചിത്രപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയോടുകൂടി നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അതിൽ
പ്രധാനമായും കാക്കനാട് തുതിയൂർക്കരയിൽ കോളനിയിലും ഇന്ദിരാ നഗറിലുമാണ് വെള്ളം കയറിയിരിക്കുക. 10ഓളം വീടുകളിൽ നിന്ന് അവിടെയുള്ള ആളുകൾ, അതായത് 10ഓളം വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇടുക്കിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് അവധിയാണ്. ഇതിന് പുറമെ ഇടുക്കിയിലെ കണക്കും പുറത്തു വന്നിട്ടുണ്ട്. ഇടുക്കിയിൽ മാത്രം 103 വീടുകൾ ഭാഗികമായും 9 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ ഈ 10 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നത്. ഉരുൾപൊട്ടലും ഒപ്പം മണ്ണിടിച്ചിലും ഒക്കെ, നമുക്കറിയാം മലയോര മേഖലയാണ്, അപ്പോൾ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ഇടുക്കിയിൽ ഇതുവരെ 4 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മലയോര മേഖലയിലെ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നതാണ്. അത് ഇന്നും തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് കോട്ടയത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മീനച്ചിലാർ ജലനിരപ്പ് ഉയർന്നുണ്ട്. അതിന്റെ ഒരു സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി വന്നിരിക്കുന്നത്. ജില്ലയിലെ നമുക്ക് അവരിലേക്കൊക്കെ ഒന്ന് പോയി വരാം. അപ്പൊ എന്തായാലും കൊച്ചിയിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരൺ കുടപിടിച്ചാണ് നിൽക്കുന്നത്. കൊച്ചി, എറണാകുളം നഗരത്തിലൊക്കെ മഴയാണ് അല്ലേ? അരുൺകുമാർ, എറണാകുളം നഗരത്തിൽ മഴയുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ കനത്ത മഴയായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ശമനമുണ്ടായിട്ടെന്ന് പറയാൻ കഴിയും. എന്നാൽ റൂറൽ മേഖലകളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം പനങ്ങാട് അടക്കമുള്ള പല പ്രദേശങ്ങളിലും ശക്തമായ കാറ്റ് വീശിയിരുന്നു. അങ്ങനെ നിരവധി മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതീവ ജാഗ്രതയാണ് ഇപ്പോഴും ജില്ലയിൽ തുടരുന്നത്. ഓക്കെ ശരൺ, ഞാൻ തിരികെ വരാം ശരണിലേക്ക്. മറ്റു ചില വാർത്തകളിലേക്ക് നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകാം. അഭിലാഷ് ഉണ്ട് നമുക്കൊപ്പം. മലബാറിൽ നിന്ന് വടക്കൻ കേരളത്തിലെ മഴ വിശേഷങ്ങളാണ് അഭിലാഷ് പങ്കുവയ്ക്കുക. അഭിലാഷ്, ഗുഡ് മോർണിംഗ് അഭിലാഷ്. എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ? അന്തരീക്ഷം മേഘാവൃതമാണോ? ഇവിടെ കൊച്ചിയിലൊക്കെ രാവിലെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മേഘങ്ങൾ മൂടിക്കിടക്കുകയാണ്, മാനം മൂടിക്കിടക്കുന്നു, കറുത്തിരുണ്ടാണ് അന്തരീക്ഷമുള്ളത്. തീവ്രമഴയ്ക്കുള്ള സാധ്യത തന്നെയാണോ കോഴിക്കോട്ടും അഭിലാഷ്? തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന സൂചനകൾ അങ്ങനെ തന്നെയാണ്. ഇന്നലെ റെഡ് അലേർട്ടും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടുമാണ്. പക്ഷേ ഇന്നലെ രാത്രി കാര്യമായ മഴ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു നാശനഷ്ടം ഇല്ലാത്തൊരു രാത്രി കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് രാവിലെ പുലർച്ചെ 6:30 കൂടി ശക്തമായ മഴയാണ് പല മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായും കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. നേരത്തെ ഇന്നലെ മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ രാമനാട്ടുകര വില്ലേജിലെ ദുരിതാശ്വാസ ക്യാമ്പ് പൂട്ടിയിരുന്നു. പക്ഷേ വിലങ്ങാട് മേഖലയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഇന്നലെ അടക്കം അവിടെ മഴ പെയ്യുകയും അതോടൊപ്പം തന്നെ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ടൗൺ പാലത്തിലേക്ക് അടക്കം ഇത്തരത്തിൽ വെള്ളം ഒലിച്ചു വരുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്ക അവിടെ ഉണ്ട് എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ കനത്ത മഴ പെയ്യുന്നു എന്നാണ് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പല നദികളിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ പൂനൂർ പുഴയിലടക്കം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കക്കയം ഡാമിൽ ആണെങ്കിൽ ഏതാണ്ട് 556.6 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ജലനിരപ്പുള്ളത്. അവിടെ ബ്ലൂ അലർട്ട് നൽകിയിട്ടുണ്ട്. അതായത് തുറന്നുവിടാനുള്ള ഒരു ബ്ലൂ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ കനത്ത മഴയാണ്. പക്ഷേ ഇന്നലെ രാത്രി അത്രത്തോളം മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡാണെങ്കിൽ റെഡ് അലർട്ട് ഉണ്ട്. കാസർഗോഡും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അന്തരീക്ഷം കാണപ്പെടുന്നത് എനിക്കൊന്ന് ക്യാമറ ഒന്ന് സൈഡ് തിരിച്ചാൽ കാണാൻ പറ്റും. ഏതാണ്ട് ഇരുണ്ട് തന്നെ ഇരിക്കുകയാണ് കോഴിക്കോട് അല്ലേ? അത് തെളിഞ്ഞു വരേണ്ട പ്രഭാതമാണ്. തീർച്ചയായിട്ടും നമുക്ക് ക്യാമറ അങ്ങോട്ട് തിരിച്ചു പിടിച്ചാൽ കാണാം. കാരണം ബീച്ച് ഭാഗത്തേക്ക് പിടിച്ചാൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. കറുത്തുരുണ്ട് വരുന്നു. കാരണം ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നില്ല. പക്ഷേ ഇന്ന് പുലർച്ചയോടെ തന്നെ നല്ല ശക്തമായ മഴയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ പ്രകടമാണ്. കറുത്തിരുണ്ട്, മാനം കറുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മേഘാവൃതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊന്ന് ശക്തമായ കാറ്റിൻ്റെ ലക്ഷണങ്ങളോട് കാണിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ കാറ്റ് അടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയങ്ങൾക്കകം ഒരുപക്ഷെ ശക്തമായ മഴ ഉണ്ടാവുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് വരുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പം അടുത്ത 3 മണിക്കൂറിൽ അത്തരത്തിലുള്ള ബീച്ച് കാണാറുള്ളത്. പലപ്പോഴും അഭിലാഷ് നമ്മുടെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്നൊക്കെ ലൈവ് റിപ്പോർട്ട് തരുന്ന സമയത്ത് നമ്മുടെ ഓഫീസിന് തൊട്ടടുത്താണ് ബീച്ച് ഏകദേശം ഒഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അഭിലാഷ്? ആരുമില്ല ബീച്ചിൽ. തീർച്ചയായിട്ടും സഞ്ചാരികൾ ഇപ്പോൾ രാവിലെ ഒന്നും ബീച്ചിലേക്ക് അങ്ങനെ വരുന്നില്ല. കാരണം നമുക്കറിയാം വലിയ ആളുകളൊക്കെ ഈ പ്രഭാത സഞ്ചാരവുമായൊക്കെ ബന്ധപ്പെട്ട് അങ്ങോട്ട് വരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അത്തരത്തിൽ സഞ്ചാരങ്ങളൊക്കെ കുറവാണ് എന്ന് വേണം പറയാൻ. കാരണം കടൽ പ്രക്ഷുബ്ധമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കാറ്റുണ്ട്, കനത്ത മഴയുമുണ്ട്. ഓക്കെ, അപ്പോൾ ബീച്ചിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു കാരണവശാലും അത്തരം അഡ്വഞ്ചറസ് ആയ കാര്യങ്ങളിലേക്കാകും പോകേണ്ടത്. താങ്ക് യു അഭിലാഷ്. ഞാൻ അഭിലാഷിലേക്ക് തിരികെ വരാം മഴയുടെ അടുത്ത അപ്ഡേറ്റിന്റെ ഘട്ടത്തിൽ.